ഒരു കോഫിക്ക് 1000 രൂപ. കുടിച്ചവരൊക്കെ പറഞ്ഞു നല്ല കയ്പ്പാണ്. ശരിയാണ്, കോഫിക്ക് കയ്പ്പുണ്ടാവും. എന്നാലും ഈ വില കുറച്ച് ഓവറല്ലേ? എന്താണ് സ്റ്റാർബക്സിൻ്റെ കോഫിക്ക് ഇത്രയും വില? സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം കുടിച്ചിട്ടില്ല. അതുകൊണ്ട് രുചിയെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് അറിയാമെങ്കിൽ കമൻ്റ് ഇടാം. നമുക്കൊക്കെ താല്പര്യം ബ്രാൻഡിന് പിന്നിലെ കഥ അറിയാനാവുമല്ലോ. കൊടിയ ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരു ജൂത ബാലനായിരുന്നു തൻ്റെ ചെറിയ ചെറിയ തന്ത്രങ്ങൾ കൊണ്ട് ഉയർന്ന വില കൊടുത്തു പോലും കോഫി വാങ്ങാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. ആ ബാലൻ ഹവേർഡ് ഷൂൾസ് ഇന്ന് സഹസ്ര കോടീശ്വരനാണ്. എന്നാലും അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു? എന്തായിരുന്നു ആ തന്ത്രങ്ങൾ? ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. അതിനുശേഷം ഈ കഥയിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിർബന്ധമായിട്ട് കമൻറ്റിൽ എഴുതണം. കാരണം ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. പറ്റുന്നവരെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. 1953 അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഹവേർഡ് ഷൂൾസ് ജനിക്കുന്നത്. ഇതൊരു ജൂത കുടുംബമായിരുന്നു. അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ കുടുംബത്തെ നോക്കിയിരുന്നത്. അമ്മയ്ക്കും അച്ഛനും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. അച്ഛൻ നോക്കുകയാണെങ്കിൽ ട്രക്ക് ഡ്രൈവറായിരുന്നു. പിന്നെ ഫാക്ടറിയിലെല്ലാം ജോലിയും ചെയ്യുമായിരുന്നു. ഇവരുടെ ദാരിദ്ര്യം അതികഠിനമായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലായിരുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായതിനാൽ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വീടൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് ഒരുക്കിയ പബ്ലിക് ഹൗസിങ്ങിലായിരുന്നു ഇവരെല്ലാവരും താമസിച്ചിരുന്നത്. അച്ഛൻ കുടുംബത്തെ നന്നായിട്ട് നോക്കുമായിരുന്നു. അവധി സമയങ്ങളിലെല്ലാം കുട്ടികളുടെ കൂടെ കളിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുമായിരുന്നു. ധാരാളം സമയം ചെലവഴിക്കുമായിരുന്നു. എന്നാൽ ചില സമയത്ത് അച്ഛൻ അമ്മയെയും ഈ കുട്ടികളെയും നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചിരുന്നു. എന്താണ് കാരണമെന്നറിയില്ല. ഒരുപക്ഷെ മദ്യത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഷുൾസിൻ്റെ അച്ഛൻ്റെ കാലിന് ഒരു പരിക്ക് പറ്റുകയാണ്. ഫാക്ടറിയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. കാലിൻ്റെ കുഴയൊന്ന് തെറ്റുകയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും അച്ഛൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭീമമായൊരു തുക ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്നു. കുടുംബം പൂർണ്ണമായിട്ടും പട്ടിണിയിലായി എന്ന് തന്നെ പറയാം. കാരണം അച്ഛന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നത് അച്ഛൻ മാത്രമായിരുന്നു. ഇങ്ങനെയുള്ളൊരു സമയത്ത് കുടുംബത്തിന് പട്ടിണി കിടക്കേണ്ടി വന്നു എന്നത് മാത്രമല്ല, അച്ഛൻ്റെ കടക്കാരില്ലേ, അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരുമായിരുന്നു. ഇങ്ങനെ വന്ന സമയത്ത് ഈ കുട്ടികൾ ചെയ്ത കാര്യം അച്ഛനും അമ്മയും വീട്ടിലില്ല എന്ന രീതിയിൽ അഭിനയിക്കാൻ പോലും അവർ തയ്യാറായി. കാരണം അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപമാനത്തിൻ്റെ മുഹൂർത്തങ്ങളാണ്. പണം ഒട്ടുമില്ല. അച്ഛൻ്റെ കടക്കാർ വീട്ടിലേക്ക് വരുന്നു. അവരുടെ മുന്നിൽ കള്ളം കാണിക്കേണ്ട ഒരു അവസ്ഥ. ഈ സമയത്ത് ഹവേർഡ് ഷൂൾസ് ചിന്തിച്ചത് തനിക്ക് പഠിച്ച് വലിയൊരാളാവണം. അങ്ങനെയായി ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ തനിക്കും സാധിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അദ്ദേഹം പഠിക്കുകയാണ്. പഠിക്കുന്നതോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലെ ഫുട്ബോളല്ല, അമേരിക്കയിൽ നമ്മുടെ നാട്ടിലെ ഫുട്ബോളിനെ സോക്കർ എന്നാണ് പറയുക. അവിടെയുള്ള ഫുട്ബോൾ കൈകൊണ്ട് കളിച്ച് കാലുകൊണ്ട് ഗോളടിക്കുന്ന ഒരു പ്രത്യേക തരം കളിയാണ്. റഗ്ബി പോലിരിക്കും ഏകദേശം കാണാൻ. നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ചതുകൊണ്ട് 1971 സ്പോർട്സ് കോട്ടയിൽ അദ്ദേഹത്തിന് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയാണ്. അവരുടെ കുടുംബത്തിൽ തന്നെ ആരും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നില്ല. എന്നാൽ ഹവേർഡ് ഷൂൾസിന് ഒരു സുവർണാവസരം വന്നു ചേരുന്നു. ഇതേ 1971 തന്നെ 3 ചെറുപ്പക്കാർ ചേർന്ന് ഒരു സംരംഭം ആരംഭിക്കുകയാണ്. സ്റ്റാർബക്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. എന്നാൽ ഇതൊരു കോഫിക്കടയൊന്നും ആയിരുന്നില്ല. കോഫി ബീനുകൾ വിൽക്കുന്ന സ്ഥലമായിരുന്നു. കോഫി ബീൻ ഉണക്കി വിൽക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. റീറ്റെയിലായിട്ടായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഴ്സായ 3 പേർക്കും കോഫി കുടിക്കാൻ നല്ല ഇഷ്ടവുമായിരുന്നു. 3 പേരും അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിരുന്നു. പീറ്റ്സ് കോഫി ആൻഡ് ടീ എന്ന കമ്പനിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഇതേ കമ്പനിയിൽ നിന്ന് തന്നെ പച്ച കോഫി ബീനില്ലേ, കാപ്പിക്കുരു, ആ കാപ്പിക്കുരു മേടിച്ച് റോസ്റ്റ് ചെയ്ത് വിൽക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ബിസിനസ്. എന്നാൽ വെറുതെ പച്ചക്കുരു വാങ്ങി റോസ്റ്റ് ചെയ്ത് വിൽക്കുക എന്ന് പറയുന്നത് നല്ലൊരു മോഡലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇവർ ചെയ്തിരുന്നൊരു കാര്യം, ഇവരുടേതായ ഫ്ലേവറുകൾ ചേർത്തായിരുന്നു ഇവർ കാപ്പിക്കുരു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടേതായ ഫ്ലേവറുകൾ ചേർത്ത് പ്രത്യേക രീതിയിലായിരുന്നു ഇവർ കാപ്പിക്കുരുകൾ റോസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ വലിയ പണമുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. ബിസിനസ് ചെയ്യാൻ നല്ല താല്പര്യവും അതുപോലെ ചെയ്യുന്ന ബിസിനസ്സിനോട് നല്ല സ്നേഹവുമുള്ള 3 ചെറുപ്പക്കാരായിരുന്നു. ഇവർ ഹോളണ്ടിൽ പോയി ഒരു പഴയ കോഫി റോസ്റ്റിംഗ് മെഷീൻ എല്ലാം മേടിച്ചുകൊണ്ട് വന്നാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. വർഷം 1975 ഹവേർഡ് ഷൂൾസ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നു. കോളേജിലേക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിൽ തന്നെ ആദ്യമായി ഡിഗ്രി പൂർത്തിയാക്കുന്ന വ്യക്തിയും ഇദ്ദേഹമായിരുന്നു.
പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയാണ്. സെറോക്സ് ഹോൾഡിംഗ് കോർപ്പറേഷനിൽ ഒരു സെയിൽസ്മാൻ ആയിട്ടായിരുന്നു ആദ്യത്തെ ജോലി. 3 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഫ്രഞ്ച് കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട് ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നുണ്ട്. അതിനുശേഷം അമേരിക്കയിലെ ഒരു കോഫി മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് ഇദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നത്. ഈ ജോലി കാപ്പി ഉണ്ടാക്കുന്ന മെഷീനുമായി ബന്ധപ്പെട്ട ജോലിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റാർബക്സ് സന്ദർശിക്കാനുള്ള അവസരം ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. ഈ കമ്പനിയിൽ ഇദ്ദേഹം വല്ലാതെ ആകൃഷ്ടനാവുന്നു. ആ സമയമായപ്പോഴേക്കും 1971 നിന്ന് 75 എത്തിയപ്പോഴേക്കും സ്റ്റാർബക്സ് സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നിരുന്നു. ഇതേ കാരണം കൊണ്ട് ഹവേർഡ് ഷുൾസ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. തൊട്ടടുത്ത വർഷം തൻ്റെ 29ാമത്തെ വയസ്സിൽ റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. 1980കളുടെ തുടക്കത്തിൽ ഇദ്ദേഹം സ്റ്റാർബക്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇറ്റലിയിലേക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഒരു യാത്ര പോകുന്നുണ്ട്. ഇറ്റലിയിലെ മിലനിൽ ഇദ്ദേഹം ഒരു കോഫി ഷോപ്പിലേക്ക് കയറിയ സമയത്ത് വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഇവരുടെ സ്റ്റാർബക്സിൽ കൊടുത്തുകൊണ്ടിരുന്നത് കോഫി ബീനുകളാണല്ലോ, എന്നാൽ ഇവിടെ കൊടുക്കുന്നത് എസ്പ്രസോ കോഫികളാണ്. ഉടൻ തന്നെ കോഫിയായി കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എസ്പ്രസോ കോഫികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല കാര്യം തന്നെ. എന്നാൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് വരുന്നത് കോഫി കുടിക്കാൻ മാത്രമല്ല, കുറേ സമയം ഇരിക്കാനും ഒന്ന് സംസാരിക്കാനും തിരക്കേറിയ ജോലിയിൽ നിന്നൊന്ന് മാറി ഒന്ന് ചിരിക്കാനും എല്ലാമായിരുന്നു അവരെല്ലാം ഈ സ്ഥലത്തേക്ക് വന്നിരുന്നത്. അതിൻ്റെ കൂടെ കോഫി കുടിയും നടക്കുന്നുണ്ട്. എന്നാൽ കോഫി കുടിക്കുന്ന ആളുകൾക്ക് കോഫി സെർവ് ചെയ്യുന്ന ആളുകളില്ലേ, അതായത് ആ കടയിലെ ജോലിക്കാർ, ഇവർ ഓരോരുത്തരുടെയും പേര് വിളിച്ചാണ് അവർക്ക് കോഫി കൊടുക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ കോഫി കുടിക്കാൻ വരുന്ന ആളുകളുടെ പേര് ആ കടയിലുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. ഓരോരുത്തരുടെയും പേര് വിളിച്ച് ലോയൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്ന വിധമായിരുന്നു അവർ ഓരോ കാപ്പിയും സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പെട്ടെന്ന് ബിസിനസ് മെൻറ്റാലിറ്റിയുള്ള ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാണ്. കൊള്ളാലോ, ഇറ്റലിയിലല്ലേ ഈ കാര്യങ്ങൾ നടക്കുന്നത്, ഇതേ കാര്യം അമേരിക്കയിൽ നടപ്പിലാക്കിയാൽ സ്റ്റാർബക്സിന് വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റാർബക്സിൽ എന്തായാലും ഈ തീരുമാനം അറിയിക്കാം. ഞാനവിടെ ജോലി ചെയ്യുന്ന ആളാണല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കമ്പനി ഈ കാര്യങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തിരിച്ച് അമേരിക്കയിലെത്തി ഈ കണ്ട കാര്യങ്ങളില്ലേ അതെങ്ങനെ ബിസിനസ്സായിട്ട് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു പദ്ധതി എഴുതി തയ്യാറാക്കുകയാണ്. വെറുതെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് ദാ ഇങ്ങനെയൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, ചായപ്പീടിയയിൽ പറയുന്ന പോലെ പറയല്ല ചെയ്തത്. കൃത്യമായിട്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കി ആ പ്രപ്പോസലാണ് കമ്പനിക്ക് സമർപ്പിക്കുന്നത്. എന്നാൽ കമ്പനി നോക്കുന്ന സമയത്ത് തങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. പെട്ടെന്നൊരു അംഗം വന്ന് തങ്ങളുടെ കമ്പനിയിലെ പ്രധാനപ്പെട്ട ആളാണെങ്കിലും ഇങ്ങനെ വന്ന് പറയുമ്പോഴേക്കും തങ്ങളുടെ ബിസിനസ് മോഡൽ മാറ്റാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഈ പ്രപ്പോസൽ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നു. എന്നാൽ ഷുൾസിന് തൻ്റെ ഈ ബിസിനസ് ഐഡിയ 100% വർക്കാവുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു രാജ്യത്ത് ഇത് നല്ല രീതിയിൽ നടപ്പിലാവുന്നത് കണ്ടതാണ്, അതിൻ്റെ വിജയം കണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് അമേരിക്കയിലും നടപ്പിലാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ സ്റ്റാർബക്സിനോട് ഈഗോ അടിച്ച് തെറ്റിയിട്ടല്ല അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. സ്റ്റാർബക്സിനോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കമ്പനി വിട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു കമ്പനി തുടങ്ങുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. എസ്പ്രസോ കോഫി മെഷീൻ തന്നെ അമേരിക്കയിൽ പോലും ലഭ്യമായിരുന്നില്ല. ലഭ്യമായതിനെല്ലാം നല്ല വിലയായിരുന്നു. ഈ കമ്പനി തുടങ്ങണമെങ്കിൽ ഏകദേശം എന്ത് വില വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് $4 ലക്ഷത്തോളം എന്നാണ് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൻ്റെ കയ്യിൽ എന്താണെങ്കിലും ഇത്രത്തോളം വലിയ സംഖ്യയില്ല. നിക്ഷേപകരെ കണ്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ $1.5 ലക്ഷം നിക്ഷേപം നൽകുന്നത് സ്റ്റാർബക്സ് ആണ്. പിന്നീട് 242 നിക്ഷേപകരെ അങ്ങോട്ട് ചെന്നുപോയി കാണാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അതിൽ 217 പേരും ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് തള്ളിക്കളഞ്ഞു. ഞങ്ങൾ നിക്ഷേപിക്കുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ നിക്ഷേപിക്കാൻ തയ്യാറായി. ഏതാണ്ട് 1 വർഷം കൊണ്ട് ഈ തുകയെല്ലാം പിരിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം ഒരു കമ്പനി തുടങ്ങുകയാണ്. എസ്പ്രസോ കോഫി കൊടുക്കുന്ന വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമുള്ള, അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്ന ആളുകൾക്ക് ലൈറ്റായിട്ടൊരു മ്യൂസിക് എല്ലാം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു സംവിധാനം. 2 വർഷം കഴിയുമ്പം തന്നെ ഇത് വലിയ വിജയമായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, ഏകദേശം $3.8 മില്യൺ കൊടുത്ത് സ്റ്റാർബക്സിനെ തന്നെ സ്വന്തമാക്കാൻ ഈ കമ്പനിക്ക് സാധിക്കുകയാണ്. ഒറ്റയ്ക്ക് വാങ്ങിയെന്നല്ല, നിക്ഷേപകരുടെ സഹായത്തോടെ സ്റ്റാർബക്സിനെ ഇവർ അക്വയർ ചെയ്യുകയാണ്. പിന്നീട് സ്റ്റാർബക്സിൻ്റെ വളർച്ചയുടെ വർഷങ്ങളായിരുന്നു. 4 തന്ത്രങ്ങളിലൂടെയാണ് ഷുൾസ് സ്റ്റാർബക്സിനെ വളർത്തിയെടുത്തത്. സ്റ്റാർബക്സ് അത്രത്തോളം കാലം കോഫി ബീനുകൾ വിറ്റിരുന്ന ഒരു കടയായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്.
എസ്പ്രസോ കോഫികൾ വിൽക്കാൻ അവർ ആരംഭിച്ചിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തുടങ്ങി 4 തന്ത്രങ്ങൾ കൂടി ഇദ്ദേഹം നല്ല രീതിയിൽ നടപ്പിലാക്കുകയാണ്. കുടിക്കാനുള്ള ഒരു പാനീയം എന്നതിലുപരി ഒരു സാംസ്കാരിക അനുഭവമാക്കി കോഫിയെ മാറ്റുക. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? നമുക്കറിയാം, കോഫി കുടിക്കാൻ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ കോഫി കുടിച്ച് തിരിച്ചു വരുന്നു. എന്നാൽ വീടും ഓഫീസും കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലി ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് വളരെ കുറവാണ്. അത്തരത്തിലൊരു സ്പേസ് ഒരുക്കുക എന്നുള്ളതായിരുന്നു സ്റ്റാർബക്സ് ആദ്യമായി തന്നെ ചെയ്യുന്നത്. സോഷ്യൽ ഗ്യാതറിങ്ങുകൾ, ബിസിനസ് മീറ്റിങ്ങുകൾ, എന്തിന് പഠിക്കാനുള്ള സ്ഥലമായി പോലും ആളുകൾ സ്റ്റാർബക്സിനെ തിരഞ്ഞെടുക്കുകയാണ്. അത്രത്തോളം നല്ലൊരു അന്തരീക്ഷമാണ് അവർ ഒരുക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ഒരുപാട് സീറ്റൊന്നും നമുക്ക് കാണാനുണ്ടാവില്ല, വളരെ കുറഞ്ഞ സീറ്റ് മാത്രമാണ് ഉണ്ടാവുക. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമായിരിക്കും ആ സ്പേസിലേക്ക് പോവുക. ഇതേ തന്ത്രത്തിലൂടെ സ്റ്റാർബക്സ് സെല്ല് ചെയ്യുന്നത് കോഫിയല്ല, ഒരു പ്രീമിയം സ്പേസും കൾച്ചറൽ എക്സ്പീരിയൻസിന് വേണ്ട മനോഹരമായ ഒരു അന്തരീക്ഷം പോലുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാരണം കൊണ്ടാണ് ഉയർന്ന വില കൊടുത്തു പോലും ആ സ്പേസിൽ പോയിരുന്ന് കാപ്പി കുടിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നതും. രണ്ടാമത്തെ തന്ത്രമായിരുന്നു സാച്ചുറേഷൻ സ്ട്രാറ്റജി. അതായത് വലിയ നഗരങ്ങളിലേക്ക് പെട്ടെന്ന് പോയി ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുക എന്നതിൽ നിന്ന് മാറി ഒരുപാട് ആളുകൾ കൂടുന്ന, ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുള്ള ലോക്കൽ മാർക്കറ്റുകളിൽ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ലോയൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുക. അവിടെയും ഇതേ കാര്യങ്ങൾ ചെയ്യുക. സ്റ്റാർബക്സ് വാസ്തവത്തിൽ ലോകമെമ്പാടും എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിച്ച തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ഇതേ സാച്ചുറേഷൻ സ്ട്രാറ്റജി. മൂന്നാമത്തെ തന്ത്രമായിരുന്നു പ്രോഡക്റ്റ് ഇന്നൊവേഷൻ. ഏത് കമ്പനിയാണെങ്കിലും കാലത്തിനും സമൂഹത്തിനും യോജിക്കുന്ന പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടില്ല എങ്കിൽ അവർ കാലഹരണപ്പെട്ടു പോകും, മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെടും. ബ്ലാക്ക്ബെറിയുടെ കാര്യമാണെങ്കിലും നോക്കിയയുടെ കാര്യമാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് ഇഷ്ടമുണ്ടാകുന്ന രുചികളിൽ പോലും മാറ്റമുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ സ്റ്റാർബക്സ് ഒരേ ഫ്ലേവറിലുള്ള കോഫികൾ മാത്രമല്ല വിൽക്കുന്നത്, അവിടെ കഴിക്കാൻ സ്നാക്സ് ഉണ്ട്, കപ്പ് കേക്കുകൾ പോലും ലഭ്യമാണ്. ഇതെല്ലാം ഇവരുടേതായ രുചിയിൽ മറ്റാർക്കും ഉണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് സ്റ്റാർബക്സ് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി മാത്രം വാഷിംഗ്ടണിൽ ഒരു ഇന്നൊവേഷൻ ലാബ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഈ തന്ത്രങ്ങളിൽ പലതും വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് വെറും 4 വർഷങ്ങൾ കൊണ്ട് 100-ലധികം സ്റ്റാർബക്സ് സ്റ്റോറുകൾ ഇടാൻ ഹവേർഡ് ഷൂൾസിന് സാധിക്കുകയാണ്. 1992 സ്റ്റാർബക്സിൻ്റെ IPO നടക്കുന്നത്. 2000 കാലഘട്ടത്തിൽ 12 രാജ്യങ്ങളിലായി 2500-ലധികം സ്ഥലങ്ങളിൽ സ്റ്റാർബക്സ് സാന്നിധ്യവും അറിയിച്ചു. അധികം വൈകാതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോഫി ഹൗസ് ശൃംഖലയായും സ്റ്റാർബക്സ് മാറുകയുണ്ടായി. ദീർഘകാലം സ്റ്റാർബക്സിൻ്റെ CEO ആയിരുന്ന ഹവേർഡ് ഷൂൾസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 70 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇപ്പോഴും സ്റ്റാർബക്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അദ്ദേഹം അംഗമാണ്. സ്റ്റാർബക്സിൻ്റെ ആകെ ഓഹരികളിൽ 1.9% ഓഹരികളും അദ്ദേഹത്തിൻ്റെ പക്കൽ തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അതിസമ്പന്നനുമാണ്. സ്റ്റാർബക്സിൻ്റെ ആകെ ഓഹരികളിൽ 1.9% എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചതാണ് എന്നൊന്നും നമ്മൾ കരുതാൻ പാടില്ല. അത്രയും വലിയൊരു കമ്പനിയാണ് സ്റ്റാർബക്സ് എന്ന കാര്യം പ്രത്യേകം തിരിച്ചറിയുക. ഇദ്ദേഹത്തിനുള്ള മറ്റ് ബിസിനസ്സും എല്ലാം കണക്കാക്കി കഴിഞ്ഞാൽ $3.2 ബില്യൺ ആണ് അദ്ദേഹത്തിന് ആസ്തിയായിട്ടുള്ളത്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 26,500 കോടി രൂപയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും ഹവേർഡ് ഷൂൾസിൻ്റെയും സ്റ്റാർബക്സിൻ്റെയും കഥ വളരെ ചുരുക്കിയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. സ്റ്റാർബക്സിൻ്റെ ബിസിനസ് തന്ത്രങ്ങളും അവരുടെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിൽ പകർത്താവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്താവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.